നമസ്കാരം. ഒട്ടുമിക്ക ഹൈന്ദവ ഭവനങ്ങളുടെയും മുറ്റത്തായി തുളസിത്തറ കാണുവാൻ സാധിക്കും. പല ഹൈന്ദവ ആചാരങ്ങൾക്കും തുളസി ഉപയോഗിക്കാറുമുണ്ട്. ഈശ്വരാംശവും ഔഷധ ഗുണവും ഒത്തുചേർന്ന ദിവ്യ സസ്യം കൂടിയാണ് തുളസി. തുളസിത്തറയെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് പ്രദക്ഷിണം വയ്ക്കണം എന്നാണ് ആചാരം. സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കുകയും ചെയ്യുന്നു. ആരുടെ വീട്ടുവളപ്പിലാണോ തുളസി ധാരാളമായി വളരുന്നത് ആ വീട്ടിൽ യമദൂതന്മാർ അടുക്കില്ല എന്നും, തുളസിമാല ധരിച്ചുകൊണ്ട് പ്രാണൻ ത്യജിക്കുന്നവരെ സമീപിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ല എന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നതാണ്. തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും തുളസി മഹാത്മ്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പരമശിവൻ പാർവതി ദേവിയോട് വിവരിക്കുന്നുമുണ്ട്. തുളസി ഭാഗവതം എന്ന് പറയുന്നതാണ് തുളസി മഹാത്മ്യത്തിന്റെ അടിസ്ഥാനം. അത് പഠിച്ച് അനുഷ്ഠിക്കുന്നവർ വിഷ്ണു ലോകത്തെത്തും എന്നും വിശ്വസിക്കുന്നതാകുന്നു. തുളസിയോപനിഷത്തിലും തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. സുഖഭോഗങ്ങൾ തരുന്നവളും വൈഷ്ണവിയും വിഷ്ണു വല്ലഭയും ജനന മരണങ്ങൾ ഇല്ലാതാക്കുന്നവളും കേവലം ദർശനത്താൽ പോലും പാപനാശവും വന്ദിക്കുക മാത്രം ചെയ്താൽ പവിത്രത നൽകുന്നവളുമായും തുളസീദേവിയെ തുളസിയെ വിവരിക്കുന്നതാകുന്നു. ദർശനം അനുസരിച്ച് തുളസിത്തറ വീടിന്റെ മുൻവശത്താണ് വരേണ്ടത്. വീടിന്റെ കിഴക്ക് വശത്തോ വടക്ക് വശത്തോ തുളസിത്തറ ആകാവുന്നതുമാണ്. ദർശനം എങ്ങോട്ടായാലും തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ തുളസിത്തറ വയ്ക്കാൻ പാടുള്ളതല്ല. വീടിന്റെ കൃത്യം നടുക്കാണ് കണക്കാക്കേണ്ടത്. പ്രധാന വാതിലിന് നേരെയല്ല തുളസി വയ്ക്കേണ്ടത്. കിഴക്കോട്ട് ദർശനമായ വീടിന്റെ കൃത്യം നടുക്ക് അല്പം വടക്കോട്ട് മാറിയാണ് തുളസിത്തറ നിർമ്മിക്കേണ്ടത് അഥവാ വയ്ക്കേണ്ടത്. വടക്കോട്ട് ദർശനമായ വീടിന്റെ നടുക്ക് നിന്നും അല്പം കിഴക്കോട്ട് മാറി വേണം തുളസിത്തറ വയ്ക്കാൻ. തുളസിത്തറയുടെ മൊത്തം ഉയരം വീടിന്റെ തറയേക്കാൾ കൂടാനും പാടുള്ളതല്ല. തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രദക്ഷിണം വയ്ക്കാൻ പാകത്തിൽ 4 വശവും സ്ഥല സൗകര്യം ഒരുക്കേണ്ടതുമാണ്. കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും വിളക്ക് വയ്ക്കുവാനുള്ള സൗകര്യവും ഉണ്ടാകേണ്ടതാണ്. കിഴക്ക് നിന്നുള്ള വാതിലിന് നേരെ നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടത്ത് വേണം തുളസിത്തറ അഥവാ തുളസിത്തറ വരാൻ. തുളസിത്തറയിൽ നടാൻ കൃഷ്ണ തുളസിയാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത്. തുളസിയുടെ ഇലകളും പൂക്കളുമെല്ലാം രാവിലെ മാത്രമേ നുള്ളിയെടുക്കുവാൻ പാടൂ എന്നാണ് പറയുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. സൂര്യാസ്തമയത്തിന് ശേഷം ഇലകൾ ഒരു കാരണവശാലും നിങ്ങൾ നുള്ളുവാൻ പാടുള്ളതല്ല. തുളസിത്തറയിൽ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. തുളസിയോടൊപ്പം ചില സസ്യങ്ങൾ കൂടി വളർത്തുന്നത് ഏറ്റവും ഉത്തമമായ ഫലം നൽകും. അതിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരു സസ്യമാണ് മഞ്ഞൾ. മഞ്ഞൾ തുളസിയോടൊപ്പം നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. കാരണം ദേവീപ്രീതിയുള്ള സസ്യവും വീടുകളിൽ പോസിറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കുവാനും നെഗറ്റീവായ ഊർജത്തെ പൂർണ്ണമായും ഒഴിവാക്കുവാനും സാധിക്കുന്നതായ സസ്യം എന്ന പ്രത്യേകത മഞ്ഞളിനുണ്ട്. മഞ്ഞൾ ഏത് വീടുകളിൽ വളരുന്നുവോ ആ വീടുകളിൽ സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം വളർത്തുവാൻ ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീല ശംഖുപുഷ്പമാണ് എങ്കിലും തുളസിയോടൊപ്പം വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. തുളസിയോടൊപ്പം തനിയെ നീല ശംഖുപുഷ്പം വളർന്നു വരികയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ഫലമായി കണക്കാക്കുന്നു.
അഥവാ അതിവിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുക. ഈ 2 സസ്യങ്ങളിൽ ഏതെങ്കിലും ഒരു സസ്യം തുളസിയോടൊപ്പം ഉണ്ടാകുന്നത് ആ വീടിന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. തുളസിത്തറിയായി ഇല്ലാത്തവർ ഒരു മൂട് തുളസിയെങ്കിലും ചട്ടിയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നടുവാൻ നിങ്ങൾ ശ്രമിക്കണം. തുളസി നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ കിഴക്ക്, വടക്ക് ദിശയാണ്. ഈ ദിശകളിൽ വയ്ക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും. അതിൽ നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ മഞ്ഞൾ കൂടി വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 സസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും തുളസിയോടൊപ്പം നിങ്ങൾ വളർത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കാരണം ആ വീടുകളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കും. കാരണം ഒരു വീട്ടിലേക്ക് വന്നു ചേരേണ്ട അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ആ വീടിനെ ബാധിക്കേണ്ടതായ നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. കൂടാതെ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങൾ 2 നേരം വിളക്കുകൂടി തെളിയിച്ച് നാമങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം വീടും പരിസരവും വൃത്തിയോടെ തന്നെ സൂക്ഷിക്കുക. അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം, പ്രത്യേകിച്ചും വൃത്തിയാക്കിയതിനു ശേഷം അല്പം മഞ്ഞൾ ജലമോ ഉപ്പുജലമോ വീടിന്റെ എല്ലാ മൂലകളിലും തളിക്കുന്നതും അടുക്കളയിൽ തളിക്കുന്നതും വിശേഷമാകുന്നു. അതോടൊപ്പം പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം സ്വസ്തിക ചിഹ്നം അല്ലെങ്കിൽ ഓം ചിഹ്നം കൂടി വരയ്ക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഫലപ്രാപ്തി ഇരട്ടിക്കും എന്നാണ് പറയുക. അതായത് ലഭിക്കേണ്ടതായ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിക്കുന്നതാണ്. അതോടൊപ്പം ഈ സസ്യം കൂടി വളർത്തുകയാണ് എങ്കിൽ നേട്ടങ്ങൾ അത് ഇരട്ടിയായി വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം വന്ന് ചേരും എന്നാണ് പറയുക. എന്നാൽ തുളസി വീടുകളിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ നിത്യവും ഒരു തുളസിയില നുള്ളിയെടുത്ത് അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു കാര്യമായി കണക്കാക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇപ്രകാരം സാധിക്കുന്നില്ല എങ്കിൽ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ചെയ്യുക. എന്നാൽ നിത്യവും ചെയ്യുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കൂടാതെ തുളസിയോടൊപ്പം വിരിയുന്നതായ ആ ശംഖുപുഷ്പം നിങ്ങൾ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഫലങ്ങൾ അനുകൂലമായി തീരുന്നതിനും ഭാഗ്യം ഇരട്ടിയായി കടാക്ഷിക്കുന്നതിനും ആ കാര്യങ്ങൾ നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തുളസി നിങ്ങളുടെ വീടുകളിൽ വളർത്തുമ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ തുളസിയുടെ അടുത്ത് അഴുക്ക് ജലമോ അല്ലെങ്കിൽ മലിനജലം വരാൻ പാടുള്ളതല്ല. തുളസിയുടെ അടുത്ത് ഒരിക്കലും തീ കൂട്ടി കത്തിക്കുവാൻ പാടുള്ളതല്ല. മാലിന്യങ്ങൾ വരാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ പ്രാധാന്യം നൽകുക. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി നാരായണ കടാക്ഷം ഉള്ളതിനാലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഏവരും ഒരു നിമിഷം ലക്ഷ്മി നാരായണന്മാരെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.